പരിശുദ്ധമായ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അനുരഞ്ജനം പ്രാപിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോമ്പ് എന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു സംഭവങ്ങൾ മനുഷ്യൻ്റെ നേരെ കരുണ കാണിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതാണ്. അന്ധന് കാഴ്ച നൽകുന്നു, തളർവാദ രോഗിക്ക് സൗഖ്യം, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവനെ പൊതുസമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നോമ്പ് എന്നത് കേവലം ചില അനുഷ്ഠാനങ്ങൾ നടത്തി കടന്നു പോവുക എന്നുള്ളതല്ല, മറിച്ച് സമൂഹത്തിൽ മറഞ്ഞു നിൽക്കുന്നവരെ, മാറി നിൽക്കുന്നവരെ സ്നേഹപൂർവ്വം വെളിച്ചത്തിൽ എത്തിക്കുക എന്നതാണ്. ബലിവേദിയിലേക്ക് നടന്നു വരുമ്പോൾ ഓർത്തു നോക്കുക, ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം, സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ ആദ്യം പോയി ബലി അർപ്പിക്കരുത്, മറിച്ച് അവരോട് രമ്യപ്പെടുകയും അവരെ സ്നേഹപൂർവ്വം തിരികെ കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, പിന്നീട് ബലി അർപ്പിക്കുക. അതുകൊണ്ട് സഹോദര, സഹോദരി, നോമ്പിലൂടെ യാത്ര മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്കുള്ള യാത്രയായിരിക്കണം. മനുഷ്യനെ തൊട്ടുണർത്തുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും യാത്രയായിരിക്കണം.